ആഗ്രഹങ്ങൾക്ക് ജീവിതത്തിൽ അത്രത്തോളം വലിയ പ്രാധാന്യം ഉണ്ട്. ആഗ്രഹങ്ങൾക്ക് വേണ്ടിയല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നത്. ജീവിതത്തിലെ ആഗ്രഹങ്ങളുടെ ആവശ്യകത എന്താണ്? ഇപ്പം എനിക്ക് ആഗ്രഹങ്ങളൊന്നുമില്ല. ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ജീവിച്ചു പോയാൽ മതി. ആ ജീവിതത്തിന് എന്താ രസകരമാണ്. മമ്മൂട്ടി കാണിക്കും, മമ്മൂക്ക ഇപ്പോൾ അസുഖം വന്നു, എന്നിട്ട് നമുക്ക് വീണ്ടും സിനിമയിൽ സജീവമാവും. പ്രായത്തെ തോൽപ്പിച്ച മനുഷ്യൻ, മലയാളിക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ മനുഷ്യൻ മമ്മൂക്കയാണ്. പോസിറ്റീവ് മൈൻഡ് സെറ്റും പോസിറ്റീവ് ബിലീഫ് സിസ്റ്റം ഉള്ള ഒരാൾക്ക് സാധിക്കും. അവർക്ക് സാഹചര്യങ്ങൾ ഒരുങ്ങി വരും. നമുക്ക് വേണ്ടി ഒരു അരങ്ങ് തരും. നമ്മൾ ആ അരങ്ങ് കയറി ഒന്ന് ആടിയാൽ മതി. നമ്മൾ കുളിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ മാലിന്യങ്ങളൊക്കെ പുറത്തേക്ക് പോകും. അതുപോലെ മനസ്സിലും കെട്ടിക്കിടക്കുകയാണത്. മനസ്സിന്റെ പ്രവർത്തനം ഞാൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും. ഇതാണ് യഥാർത്ഥം തത്വമസി. പിന്നെയും വിളിച്ചു. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. മാഡം, ഞാൻ എന്തിനാണോ കോഴ്സിന് വന്നത് അതെനിക്ക് സാധിച്ചു. ഞാൻ ചോദിച്ചു എന്താണ്. ഞാൻ പറഞ്ഞില്ല മാഡത്തോടെ എനിക്ക് 30 ലക്ഷം കടം ഉണ്ടായിരുന്നു എന്ന്. അതെനിക്കിപ്പം അതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമെന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുന്നതാണല്ലോ. ആഗ്രഹിക്കുന്ന കാര്യം നടക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു വ്യക്തികളായോ സാഹചര്യങ്ങളായോ നമ്മളിലേക്ക് കണക്ട് ആവുന്നു. അപ്പോൾ ഈ കുട്ടിയിലേക്ക് കണക്ട് ആയത് ഒരു വ്യക്തിയാണ്. കുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ഇവിടെ വിഷമങ്ങളും കാര്യങ്ങളും UK മറ്റായിരുന്നു എനിക്ക് തോന്നുന്നത്. നാട്ടിൽ വന്നപ്പോൾ ഇവരെ സന്ദർശിച്ചു. ഇവരുടെ കഥകളും പ്രശ്നങ്ങളൊക്കെ കേട്ട ശേഷം അവരാണ് പറഞ്ഞത്, എന്ത് നീ പേടിക്കണ്ട, ഞാനിത് ഏറ്റെടുത്തോളാം. അപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. നമ്മളെ കയ്യിലേക്ക് തന്നെ പണം കിട്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാ ഫില്ല് ചെയ്യണം എന്നല്ല, അങ്ങനെയല്ല. കുട്ടി വന്നത് ഈ 30 ലക്ഷം കടം തീർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. അത് സാധിച്ചു. ആഗ്രഹം സാധിച്ചു. അപ്പൊ കുട്ടി കൂടുതൽ വിശ്വാസം വന്നു. ആഗ്രഹങ്ങൾക്ക് ജീവിതത്തിൽ അത്രത്തോളം വലിയ പ്രാധാന്യം ഉണ്ട്. ആഗ്രഹങ്ങൾക്ക് വേണ്ടിയല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നത്, അല്ലേ? ആയിരിക്കാം. അവിടെയാണ് സെൽഫ് ലവ് വരുന്നത്. നമുക്കൊരു ആഗ്രഹമുണ്ട്, നമുക്കൊരു കാര്യമുണ്ട്, നമുക്കത് ചെയ്യണം. നമ്മുടെ ആഗ്രഹങ്ങൾ ചിലപ്പോ കുടുംബത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ടി വരില്ലേ? വരും. നമ്മളൊരു സാമൂഹിക ജീവിയായി ജീവിക്കുമ്പോൾ ഇപ്പൊ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒറ്റയ്ക്ക് ഹിമാലയം കയറാം. പക്ഷെ എനിക്കത് പറ്റില്ല. കാര്യം എൻ്റെ ഭാര്യയുടെ ആഗ്രഹമാണ് ഹിമാലയത്തിൽ പോകണം എന്നുള്ളത്. അപ്പം ഭാര്യയെ കൂട്ടാതെ എനിക്ക് പോകാൻ പറ്റില്ല. അത് അവളോടുള്ള സ്നേഹമാണ്, കെയറിംഗ് ആണ്, കാര്യങ്ങളാണ്. ഭാര്യയെ കൂട്ടിയും പോകാൻ താങ്കൾക്ക് ഒറ്റയ്ക്കും പോകാലോ. ഞാൻ എപ്പോൾ പോയാലും ഭാര്യയ്ക്ക് കൂടെ വരണം. അത് അവളുടെ ആഗ്രഹമാണ്. എൻ്റെ യാത്ര പോകുമ്പോൾ എൻ്റെ കൂടെ വരിക എന്നുള്ളത് പുള്ളിക്കാരിയുടെ ആഗ്രഹമാണ്. അപ്പോൾ നമ്മൾ ആ സ്നേഹത്തെ കണ്ടില്ല എന്ന്. അപ്പം നമ്മൾ വിചാരിക്കും ശരി, നമ്മുടെ ആഗ്രഹം അവിടെ ഇരിക്കട്ടെ, ഭാര്യയുടെ ആഗ്രഹത്തിന് നമ്മൾ ചിലപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കും. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാമല്ലോ. നമുക്കും ഇങ്ങനെയുള്ള നമ്മളെ ആഗ്രഹങ്ങൾ നമുക്ക് തുറന്ന് സംസാരിക്കാമല്ലോ. അവിടെ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വരണം. ജീവിതത്തിലെ ആഗ്രഹങ്ങളുടെ ആവശ്യകത എന്താണ്? ഇപ്പം എനിക്ക് ആഗ്രഹങ്ങളൊന്നുമില്ല. ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ജീവിച്ചു പോയാൽ മതി. ആ ജീവിതത്തിന് എന്താ രസകരമുള്ളത്. നമുക്ക് ബോറടിക്കില്ലേ? ചില അപ്പന്മാരും 60-ാമത്തെ വയസ്സിൽ പറയുന്ന ഒരു വാചകമാണ്, ഇനി എല്ലാം കഴിഞ്ഞടേ, മക്കളായി, കൊച്ചുമക്കളായി. പക്ഷെ ഏജ് ഈസ് ജസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞ് ഇപ്പം അത് ബ്രേക്ക് ചെയ്തോണ്ടിരിക്കുക ആളുകൾ. അതെ, നമ്മൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണം പറയുന്നത് KFCയുടെ ഫൗണ്ടറുടെ കേസ് പറഞ്ഞിട്ടാണ് പറയുന്നത്. എല്ലാവരും പറയുന്ന ഒരു ഉദാഹരണമാണ്. മമ്മൂട്ടി കാണിക്കും, മമ്മൂക്ക ഇപ്പോൾ അസുഖം വന്നു, എന്നിട്ട് നമുക്ക് വീണ്ടും സിനിമയിൽ സജീവമാവും. പ്രായത്തെ തോൽപ്പിച്ച മനുഷ്യൻ, മലയാളിക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ മനുഷ്യൻ മമ്മൂക്കയാണ്. പക്ഷെ കൂടുതൽ ആളുകളും പെൻഷനായി കഴിഞ്ഞു, ആ ജീവിതം കഴിഞ്ഞു എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്നത്. കുറേയൊക്കെ കാഴ്ചപ്പാടിന് ഇപ്പം മാറ്റം വരുന്നുണ്ട്. ഇപ്പം വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കാതെ ഇപ്പം നമ്മളൊരു ബീച്ച് പോയാലും അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതൊരു ടൂറിസ്റ്റ് പ്ലേസ് പോയാലും ഒരുപാട് പേര് പ്രായമാളുകൾ വരുന്നുണ്ട്, അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. കൺസെപ്റ്റ് മാറി തുടങ്ങി. ഓക്കെ, അപ്പോൾ എൻ്റെ ചോദ്യത്തിലേക്ക് വന്നാൽ ആഗ്രഹം കൊണ്ട് നമ്മുടെ സ്വപ്നങ്ങൾ സാധിക്കാൻ സാധിക്കുമോ? ആഗ്രഹം ഉണ്ടെങ്കിലല്ലേ നമുക്കൊരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കുള്ളൂ. ഒരാഗ്രഹം ഉണ്ടാകും, നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവില്ലേ? ഇപ്പം ഞാൻ വെറുതെ ഒരു സിമ്പിളൊരു ഉദാഹരണം പറയാം. എനിക്ക് നെക്സ്റ്റ് ഇയർ എനിക്കൊരു ക്രിറ്റ കാറ് മേടിക്കണം. ഞാൻ അതിനു വേണ്ടി മാനസികമായും ഫിസിക്കലി എന്തെങ്കിലും എഫർട്ട് എടുക്കും. ആഗ്രഹം ഉള്ളതുകൊണ്ട് എടുക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കില്ലല്ലോ. ചിലരുടെയൊക്കെ ജീവിതത്തിൽ ഉപേക്ഷിക്കപ്പെട്ട ആഗ്രഹങ്ങൾ ഉണ്ടാവും. ഇത് ഏതെങ്കിലും ഒരു പോയിന്റിൽ നടക്കും. അതാ ഞാൻ 60 വയസ്സിന്റെ കണക്ക് പറഞ്ഞത്. 60 വയസ്സെത്തുമ്പം നമ്മൾ ഉള്ളിൽ നമ്മളോട് ഒരാളെങ്കിലും ചോദിച്ചുകൊണ്ടിരിക്കും, നീ എന്താ ചെയ്തത് ഇത്രയും കാലമായിട്ട്? നിനക്ക് വേണ്ടി നീ എന്തെങ്കിലും ചെയ്തോ? ഒരാൾ ചോദിക്കും നമ്മളോട്. ആ സിറ്റുവേഷൻ എത്തണം. പക്ഷേ ചിലരെന്ത് ചെയ്യും, അവിടെ ആ കാഴ്ചപ്പാടുകൊണ്ട് എനിക്ക് ജീവിതം ഇങ്ങനെ ആയിരിക്കണം, എൻ്റെ ജീവിതം ഒരു 10 വർഷത്തിലും എൻ്റെ ജീവിതം ഇന്ന രീതിയിലൊക്കെ എനിക്ക് സെറ്റിൽ ആക്കണം എന്ന ഒരു കാഴ്ചപ്പാടും ചിന്താഗതിയുള്ള ഒരു വ്യക്തി, ആരും ആയിക്കൊള്ളട്ടെ, ആണോ പെണ്ണോ, അവരെന്ത് ചെയ്യും, ആ 10 വർഷത്തിലുള്ള അവർ വേണ്ടതൊക്കെ നേടിയെടുക്കും.
അവിടെ മൈൻഡ് പവറാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ താങ്കളുടെ ജീവിതത്തിൽ ആഗ്രഹം തന്നെയാണോ ജീവിതത്തെ വലിയ ആഗ്രഹം? ഒന്നിനെക്കുറിച്ച് ഒരു ആഗ്രഹവും ഇല്ല, ഒന്നുമില്ല. നമുക്ക് ജീവിക്കാൻ എന്താ ഒരു രസമുള്ളത്, ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും? അറിയില്ല, ഞാനങ്ങനെ ജീവിച്ചിട്ടില്ല. എനിക്ക് സാധിക്കില്ല, എനിക്കും പറ്റില്ല. എൻ്റെ ആഗ്രഹങ്ങൾ അങ്ങ് കൊമ്പത്തെ ആഗ്രഹങ്ങളാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന ആഗ്രഹങ്ങൾ. എനിക്കറിയാം ആഗ്രഹിക്കണം വൺ ഡേ ഞാൻ അവിടെ പോയി നിൽക്കുന്നത്. അത് താങ്കളൊരു വിശ്വാസമല്ലേ? ഡെഫിനറ്റ്ലി സാധിക്കും. പോസിറ്റീവ് മൈൻഡ് സെറ്റും പോസിറ്റീവ് ബിലീഫ് സിസ്റ്റം ഉള്ള ഒരാൾക്ക് സാധിക്കും. അവർക്ക് സാഹചര്യങ്ങൾ ഒരുങ്ങി വരും. നമുക്ക് വേണ്ടി ഒരു അരങ്ങ് തരും. നമ്മൾ ആ അരങ്ങ് കയറി ഒന്ന് ആടിയാൽ മതി. ഇത് ഞാൻ അരങ്ങാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു പോയിന്റ് മനസ്സിലില്ലേ? അതാ ഞാൻ പറഞ്ഞത്. നമുക്ക് ഒരു അരങ്ങ് തരും. ആ സാഹചര്യങ്ങൾ ഉള്ളിലിരുന്ന ഒരാൾ നമ്മളോട് പറയും, ഇത് നിനക്കുള്ള അവസരമാണ്, നീ കയറി ആടിക്കുന്നു. അത് നമ്മളോട് പറയണമെങ്കിൽ നമ്മുടെ സോളുമായിട്ട് നമ്മൾ അത്ര കണക്ട് ആയിരിക്കണം. അതിനാണ് സെൽഫ് ലവ് പറയുന്നത്. തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി ഉണ്ടായാൽ മതി എന്നുള്ളത്. അതിന് സെൽഫ് ലവ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് തിരിച്ചറിയാത്തവരാണ് ജീവിതത്തിൽ സക്സസ് ആവാത്തത്. അപ്പൊ അത് തിരിച്ചറിയാനുള്ള തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കാനും ഈ കോഴ്സുകൾ കൊണ്ട് സാധിക്കും. മൈൻഡ് ക്ലെൻസിങ് എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ഉണ്ട് എൻ്റെ പ്രാക്ടീസിൽ. ഫസ്റ്റ് ഞാൻ അതാണ് കൊടുക്കുന്നത്. നമ്മൾ കുളിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ മാലിന്യങ്ങളൊക്കെ പുറത്തേക്ക് പോകും. അതുപോലെ മനസ്സിലും കെട്ടിക്കിടക്കുകയാണിത്. ഇതിനൊക്കെ എടുത്ത് കളയണം. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാലും, ഞാൻ +2 കഴിഞ്ഞിട്ട് LLBക്ക് പോകാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ 5 വർഷത്തെ LLB ഇതൊക്കെ വേഗം കൊണ്ടുവച്ചു. അപ്പം സഹോദരി പറഞ്ഞു, അന്ന് വീട്ടിൽ സാമ്പത്തികമായി അച്ഛൻ്റെ ബിസിനസ്സൊക്കെ തകർന്ന് ഭയങ്കര സാമ്പത്തിക പ്രശ്നം നിൽക്കുന്ന സമയമാണ്. അപ്പോൾ സഹോദരി പറഞ്ഞു, എടാ കേസൊക്കെ കിട്ടി പഠിച്ച് 5 വർഷം പഠിക്കണം, പഠിച്ചിട്ട് നീ ഇത് പാസ്സാവുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പാസ്സായി വന്നു കഴിഞ്ഞാലും കേസൊക്കെ ആയി ഒരു വരുമാനമൊക്കെ ആവാൻ ഭയങ്കര സമയം എടുക്കും. അതുകൊണ്ട് നീ വല്ല പെട്ടെന്ന് ജോലി കിട്ടുന്ന കോഴ്സ് നോക്കുന്നത് നല്ലത് എന്ന് സ്നേഹരൂപേണ സഹോദരി ഉപദേശിച്ചു. അപ്പോൾ അച്ഛൻ ഈ കോൺട്രാക്ടറൊക്കെ ആയതുകൊണ്ട് സിവിൽ എഞ്ചിനീയറിംഗ് കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, സിവിൽ എഞ്ചിനീയറിംഗിന് പോകും, ലോണൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ എൻ്റെ മനസ്സിൽ എന്നും ഈ സിനിമ മീഡിയ ഇങ്ങനെ ഒരു സാധനം കിടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ LLB വേണ്ടെന്നല്ല, ഇപ്പം ഞാൻ LLBയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കാൻ പോകാൻ തീരുമാനിച്ചത്. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 10 വർഷത്തോളം കാലം ഞാൻ ആ പണിയൊന്നും ചെയ്തില്ല. എന്നാലും ഇത് എൻ്റെ മനസ്സിലുണ്ട്, അടിമനസ്സിൽ എവിടെയോ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് വന്നാലും ഞാൻ കയറി പിടിക്കുകയും ചെയ്യും. ഞാൻ ചെയ്ത പണികൾ പലതാണ്. അതെൻ്റെ നാട്ടുകാർക്ക് ഇപ്പോൾ അത്ഭുതത്തോടെ എന്നെ കുറിച്ച് കൂടുതൽ അറിയാത്തൊരു, ഏട്ടാ ഇവനില്ലേ ഇങ്ങനെ നടന്നവനല്ലേ, യൂട്യൂബിൽ നമ്മളെ കാണുന്നു. എന്തായാലും ഈ 5 ചാനലിൽ പ്രോഗ്രാം ചെയ്യുന്നതുകൊണ്ടും പുറത്തുള്ള പല ചാനലിലും നമ്മൾ പൊളിറ്റിക്കൽ ചർച്ചയ്ക്കൊക്കെ പോകുന്നുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ എൻ്റെ ഒരു റീലെങ്കിലും ഇവരൊക്കെ കാണാതെ പോകത്തില്ല എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. തിരിച്ചറിയാൻ പറ്റുമോ ഇല്ലെങ്കിലും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ നാട്ടിലെ സകല സാഹസിക പരിപാടികളും അവസാനിപ്പിച്ച് എറണാകുളത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഒരു സാഹചര്യമാണ്. എനിക്ക് പരിചയമുള്ളൊരു യൂട്യൂബറുടെ ഒരു സ്റ്റാറ്റസ് ഇട്ട്, ഭയങ്കര സെന്റിമെന്റലായ ഒരു സ്റ്റാറ്റസ് ഇട്ട്. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, അതിൽ ചാനലെല്ലാം അവസാനിപ്പിക്കുക, ഇതൊക്കെ അവസാനിപ്പിക്കുക, കൂടെ നിൽക്കാൻ ആളല്ല. അപ്പോൾ ഈ പുള്ളി ഞാൻ പറഞ്ഞു ഒരുപാട് പേരുണ്ടാവും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പുള്ളിയായിട്ട് ചാറ്റ് ചെയ്തത് വൈഫ് വാട്സപ്പ് എടുത്ത് നോക്കിയിട്ട് ഞാൻ അതിൽ അവസാനം പറഞ്ഞേക്കുന്നത്, പൈസയൊന്നും വേണ്ട, ഞാൻ നിങ്ങളോട് നിൽക്കാം, നിങ്ങളെ ഞാൻ സഹായിക്കാം, എനിക്ക് വേറെ ജോലി ഉണ്ടെന്ന് കേട്ടോ, എറണാകുളത്ത് 10,000 ശമ്പളമുള്ള ജോലിയുണ്ട്, അതുകൊണ്ട് എനിക്ക് സാമ്പത്തികമായിട്ട് പ്രശ്നമൊന്നുമില്ല. വൈഫ് എടുത്തിട്ട് നോക്കിയിട്ട് പറയുന്നത്, നിങ്ങൾക്ക് ഭ്രാന്താണോ മനുഷ്യ, ഒരാളുടെ കൂടെ ഒരു പൈസയും മേടിക്കാതെ. പക്ഷെ അന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇത് എൻ്റെ ആഗ്രഹത്തിലേക്കുള്ള തിരിച്ചുവരവാണെന്ന് എൻ്റെ മനസ്സ് പറയാണ്, എന്നോട് പറയല്ല, എൻ്റെ ബുദ്ധിക്ക് അറിയില്ല, എൻ്റെ മനസ്സ് അയാളെ കൊണ്ട് ചെയ്യിപ്പിച്ച അതാണ്. പക്ഷെ അതൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ യാത്ര ചെയ്ത് വരുമ്പോൾ എൻ്റെ ക്യാമറമാനോട് ഞാൻ പറഞ്ഞു, എടാ ഞാൻ ഈ മേഖലയിൽ വന്നിട്ട് 4 വർഷമായി. ഈ 4 വർഷം കൊണ്ട് അബാക് മീഡിയ എന്ന് പറയുന്നൊരു അബാക് മീഡിയയ്ക്ക് വേണ്ടി ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 2 വർഷമാകുന്നു. 2 വർഷം എന്ന് പറയാൻ പറ്റില്ല, 1.5 വർഷമാകുന്നു. പക്ഷേ ഇന്ന് ഇൻഡസ്ട്രിയിൽ അത്യാവശ്യം എല്ലാവർക്കും നമ്മുടെ ചാനൽ അറിയാം, നമ്മളെ അറിയാം. ഇത്രയും സ്റ്റാഫുകളില്ല, സഹോദരങ്ങൾ നമ്മളിവിടെ ജോലി ചെയ്യുന്നു, ഇത്രയും സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തു. അത് ഈ 4 വർഷത്തെ ഫിസിക്കലി ഉള്ള ഇതേ ഉള്ളൂ. പക്ഷെ +2 കഴിഞ്ഞ കാലം തൊട്ട് ഇത്രയും കാലം വരെ നമ്മുടെ മനസ്സിൽ അടക്കി വെച്ചിരുന്ന ഒരു വലിയ പ്രഷർ ബോംബുണ്ട്. ഈ പ്രഷർ ബോംബ് പൊട്ടിത്തെറിച്ചതാണ് 2 വർഷം ഈ ഒരു എഫേർട്ട്. അപ്പോൾ അത് തിരിച്ചറിയാൻ എൻ്റെ മനസ്സ് കാണിച്ച, അത് ഒരു പക്ഷേ പാരമ്പര്യമായി കിട്ടിയ ഒരു സംഭവം ആവാം, അല്ലാതെ ഞാനിതൊന്നും വർക്കൗട്ട് ചെയ്തില്ല. ഇത് എത്ര പേർക്ക് ഉണ്ടാകുന്നു? ഞാൻ പറഞ്ഞ ഒരുപാട് നീട്ടിപ്പോയെന്ന് എനിക്കറിയാം. ഞാൻ കൂടുതൽ പറയുന്നുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന ഒരു വാക്ക് എപ്പോൾ മുതലാണ് കേൾക്കാൻ തുടങ്ങിയത്? അത് ഇപ്പൊ നമ്മൾ ഈ മേഖലയിലെ കണ്ടന്റുകളൊക്കെ ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഞാൻ പറയുന്നത് താങ്കൾക്ക് അന്നു മുതലേ താങ്കളുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഉള്ളിൽ വർക്ക് ചെയ്യുന്നു ഉണ്ടാവും. അതുകൊണ്ടാണ് താങ്കൾക്കുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഏത് ഈ ഒരു മീഡിയ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ജോലി ചെയ്യണം അല്ലേ? സാഹചര്യം വന്നില്ലേ? യെസ്. അല്ല, ഞാൻ പണ്ടും അഹങ്കാരത്തിലുള്ള, ഞാനൊന്ന് ആഗ്രഹിച്ചപ്പോൾ ലാലേട്ടൻ പറയുന്ന അതേ വാചകമാണ്,
ഞാനിപ്പോ ഒന്നും ആഗ്രഹിക്കാറില്ല. റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ചിന്തിക്കുന്നുണ്ടല്ലോ അല്ലേ? ലാലേട്ടൻ പറഞ്ഞ ഞാനിപ്പോ ഒന്നും ആഗ്രഹിക്കാറില്ല, കാരണം അതെനിക്ക് കിട്ടും. പക്ഷെ അങ്ങനെയല്ല, ഞാൻ ആഗ്രഹിക്കാറുണ്ട്, ആഗ്രഹിക്കുന്നിടത്ത് എനിക്ക് കിട്ടാറുണ്ട് എന്ന് പുറത്തുനിന്നവർക്ക് നോക്കും. പക്ഷെ ഞാൻ ഉള്ളിലിരുന്ന് എന്റെ മനസ്സും എന്റെ ശരീരവും എന്റെ ബുദ്ധിയും അതിനുവേണ്ടിയുള്ള പണിയെടുക്കുന്നത് എനിക്ക് മാത്രമേ അറിയൂ. ഞാൻ അതുകൊണ്ട് കോൺഫിഡന്റ് ആയിട്ട് ഇപ്പൊ പറയും, ഞാൻ സിനിമ ചെയ്യും, 1 വർഷത്തിലോ 2 വർഷത്തിനാണെങ്കിലും ഞാൻ സിനിമ ചെയ്യും. കാരണം അതിനുള്ള പണി ഞാൻ ഇപ്പുറത്ത് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് സാധിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിങ്ങനെ വെറുതെ ഇരുന്ന് മന്ത്രിച്ചാൽ എനിക്ക് സാധിക്കും, അത് വർക്ക് ചെയ്യില്ല. ഇപ്പുറത്തൊരു ആക്ഷൻ കൂടെ വരണം, അതാ ഞാൻ പറയുന്നത്. അപ്പോൾ ആക്ഷൻ എടുക്കാൻ തയ്യാറാണെങ്കിൽ ബാക്കിയുള്ളത് ചെയ്യാൻ നിങ്ങളെ പോലുള്ളത്. പൗലോ കൊയ്ലോന്റെ ഒരു വേർഡ് എനിക്ക് പറഞ്ഞത്, നമ്മളൊരു കാര്യം തീവ്രമായി ആഗ്രഹിക്കുകയാണ്. ഈ ആഗ്രഹം എന്ന് വെച്ചാൽ മനസ്സിൽ ആഗ്രഹം മാത്രമല്ല, ചെറിയൊരു ആക്ഷനും അവിടെ പറയുന്നുണ്ട്. ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ അത് നടത്തി തരാൻ നിങ്ങളുടെ കൂടെ നിൽക്കും. അത് തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷൻ. ഈ ആഗ്രഹങ്ങളില്ലാത്ത, ലക്ഷ്യസ്ഥാനങ്ങൾ അറിയാത്ത, ലക്ഷ്യസ്ഥാനം ഉണ്ടായിട്ടും വഴിമുട്ടി നിൽക്കുന്നവരെയാണ് നിങ്ങളെ പോലുള്ളവർ സഹായിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ അടുത്ത് വരുന്ന ആളുകൾക്ക് മെന്റലി ഡിപ്രഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് വരിക, ആദ്യം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങളുടെ മനസ്സ് ഇന്നതാണ്, ഇങ്ങനെയാണ് ഓരോ വ്യക്തിയിൽ അല്ലെങ്കിൽ ഓരോ മനുഷ്യനിലും നിങ്ങളുടെ മനസ്സ് പ്രവർത്തിക്കുന്നത്. മനസ്സിന്റെ പ്രവർത്തനം ഞാൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും. ഇതാണ് യഥാർത്ഥ നീ, തത്വമസി. എല്ലാവരും പുറത്തേക്കാണ് നോക്കുന്നത്, അത് ഉള്ളിൽ തന്നെയുണ്ട്. ഇപ്പോൾ ഈ കരി പിടിച്ച വിളക്കില്ലേ, അത് നമ്മളൊന്ന് നന്നായി തേച്ച് ഒരച്ചെടുത്ത് കത്തിക്കുമ്പോൾ എങ്ങനെയുണ്ടാവും? പ്രകാശത്തിന് ഐശ്വര്യം കൂടുതലായിരിക്കും. ആ കരിയെയാണ് ഞാൻ ക്ലെൻസ് ചെയ്ത് പഠിപ്പിക്കുന്നത്. ക്ലെൻസ് ചെയ്ത് കളയുന്നത് ഉള്ളിൽ നിന്ന്, അപ്പൊ തനിയെ ജ്വലിച്ചോളൂ. ഓക്കെ. ഈ നമ്മുടെ കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ എന്ന് പറഞ്ഞ സിനിമയില് നായകൻ അവന്റെ ആഗ്രഹങ്ങൾ എഴുതി വെക്കുന്ന ഒരു സാധനം. കുറെ കാലം കഴിഞ്ഞ് ഇവന്റെ അച്ഛൻ ചെന്നിട്ട് സിദ്ദിഖ് ചെയ്ത വേഷം അദ്ദേഹം ചെന്നിട്ട് ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ ഇവന്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെ ഓരോ പേപ്പറിലായിട്ട് എഴുതി ഒട്ടിച്ചു വെച്ചിരിക്കും. അപ്പൊ അന്നത് കണ്ടപ്പോൾ അയാളുടെ രീതിയായിരിക്കും. പക്ഷെ ഇതൊരു സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക് ആണെന്ന്, സ്ക്രിപ്റ്റിംഗ് ജേർണലിംഗ് ഒക്കെ പറയും. ഞാനിപ്പോ ഇന്റർവ്യൂവിന് മുമ്പ് സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്താണ് അതിന്റെ ഒരു സീക്രട്ട് എന്നാ? അതായത് ഇത് മൈൻഡ്, അതായത് മാനസികമായിട്ടാണ് ഇത് ശരിക്കും വർക്ക് ചെയ്യുന്നത്. എല്ലാവരും വിചാരിക്കും ഒരു നോട്ട്ബുക്കും പേന എടുത്തിട്ട് ഇങ്ങനെ എഴുതാം, അപ്പം തന്നെ ഇത് സാധിക്കും. അതാണ് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ ഇവർ പോലും അറിയാൻ ഇവരുടെ ഇത് മാനസികമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം എനിക്കൊരു ആഗ്രഹം എഴുതാണ്. ഇപ്പം ഞാൻ എഴുതാണ്, എനിക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു ലോ ഓഫ് അട്രാക്ഷൻ കോച്ച് ആവണം എന്ന് ഞാൻ എഴുതാം. ഡീറ്റെയിൽ ആയിട്ട് 1 by 1 ആയിട്ട് ഞാൻ എഴുതാണ്. വളരെ ക്ലാരിറ്റി മസ്റ്റാണ്. സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുമ്പോൾ വളരെ വിശാലമായിരിക്കുമല്ലോ. അതിങ്ങനെ 1 by 1 ആയിട്ട് എഴുതുമ്പം നമ്മളെ ബ്രെയിനെ ഇത് കോപ്പി ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? സ്ക്രിപ്റ്റിംഗ് എഴുതി അവിടെ അടച്ചു വെക്കല്ലേ ചെയ്യുക. നമ്മൾ പറ്റുന്ന സമയത്തൊക്കെ ഇത് വായിച്ചുകൂടെ നോക്കണം. ഇത് റിപ്പീറ്റ് ചെയ്ത് നമ്മളിപ്പോൾ പണ്ട് പദ്യമൊക്കെ പഠിക്കില്ലേ, നാളെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് പഠിച്ചിട്ട് വേണം നമ്മൾ ടീച്ചർ നമ്മളോട് പറയും. നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ഇരുന്ന് പഠിക്കും. അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. എഴുതി പഠിക്കണമെന്ന് പറയും. പിന്നെ ചൊല്ലി പഠിക്കും. ഇതെന്ത് ചെയ്യും? ഇതങ്ങ് തുടങ്ങിയാൽ പിന്നെ ഒരു വരിയെ തുടങ്ങുള്ളൂ, പിന്നെ ഓട്ടോമാറ്റിക് വരിക. ഇതാരാ കോപ്പി ചെയ്യുന്നത്? മനസ്സ്.